വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കിടലായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോട്ട് ദ പോയിന്റ്. നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ ഒന്നുകൂടെ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുകൊണ്ട് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ, മൊത്തമായിട്ട് എല്ലാ ടോപ്പിക്സും നമ്മൾ ബാച്ചിൽ ZMS ബാച്ചിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലൊക്കെ പോയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഈ ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണ് ബിസിനസ് എന്നുള്ള കാര്യമല്ലേ. കാരണം ബിസിനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ബിസിനസ് ഇസ് ആൻ ആക്ടിവിറ്റി വേർ പീപ്പിൾ മേക്ക്, സെൽ ഓർ പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് വിത്ത് ദ എയിം ഓഫ് മേക്കിംഗ് മണി, അല്ലെങ്കിൽ ഏർണിംഗ് മണിയാണ് അല്ലേ. അതായത് കാശ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെ, അല്ലെ, കാശ് സമ്പാദിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടെ മനുഷ്യർ ഒന്നെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടാക്കിയ സാധനങ്ങൾ എവിടെന്നെങ്കിലും ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് അതൊരു റെഗുലർ ബേസിസിൽ വിൽക്കുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ഒരു തൊഴിലിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ബിസിനസിന്റെ സ്വഭാവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുള്ള ബിസിനസ് ആക്ടിവിറ്റിനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുക, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലേ നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്, കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എക്കണോമിക് ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അല്ലാത്ത ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്, സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ ചെയ്യുന്നത്, അത് വേറെ, അത് ഈ ഭാഗത്തേക്കേ വരുന്നില്ല. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ അകത്ത് സാധനങ്ങൾ അവർ വിൽക്കുക വാങ്ങുക പരിപാടിയാണല്ലോ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആ വാങ്ങുന്ന സാധനങ്ങളൊക്കെ അവരെന്താ ചെയ്യണത്? അവരുണ്ടാക്കുന്നതായിരിക്കാം, ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ സാധനം നമ്മൾ നമ്മുടെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് വിൽക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടാവും എപ്പോഴും ബിസിനസ്സിൻ്റെ അകത്ത്. അതുപോലെ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുക എന്നൊരു ബേസിസോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ, ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനൊരു കേക്ക് ഉണ്ടാക്കി, അത് ഞാൻ എന്താണ് വേറൊരാൾക്ക് പൈസയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കേക്ക് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എന്താണ് അത്? ബിസിനസ് ആക്ടിവിറ്റിയാണ്. അല്ല, ഞാൻ ആ കേക്ക് ഉണ്ടാക്കി, പക്ഷെ അത് എനിക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അവിടെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് എന്താവുന്നില്ല, അത് ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ്, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. റെഗുലർ ബേസിസിൽ ഈ പ്രവർത്തനം ചെയ്യണം. ഗുഡ്സ് ആൻഡ് സർവീസസ്, വിൽക്കുക വാങ്ങുന്ന പരിപാടി, വിൽക്കുന്ന പരിപാടി, വാങ്ങുന്നത് വേറെ ആൾക്കാരാണ്, വാങ്ങാനുള്ള ബേസിസോടുകൂടിയാണ് വിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ കേക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കേക്ക് ഞാൻ ഉണ്ടാക്കി, അത് ഞാൻ എന്താണ് ഒരു തവണ ഞാൻ ഒരാൾക്ക് കൊടുത്തു എന്നുകൊണ്ട് ഞാനൊരു ബിസിനസ്സുകാരി ആവണമെന്നില്ല. ഇതേപോലെ ഞാൻ എപ്പോഴും കേക്കുകൾ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നു. അപ്പോൾ റെഗുലറായിട്ട് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്താൽ മാത്രമേ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു തവണ വാങ്ങി വിറ്റു എന്ന് പറഞ്ഞതുകൊണ്ട് ബിസിനസ് ആവണമെന്നില്ല. പിന്നെന്താണ്? പ്രോഫിറ്റ് ഏർണിംഗ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ ഓരോ തവണ ബിസിനസ് ചെയ്യുമ്പോഴും എന്താണ്, അല്ലെങ്കിൽ ഓരോ തവണ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴാണെങ്കിലും അത് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അവിടുന്ന് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന മോട്ടീവോട് കൂടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ കാശ് സമ്പാദിക്കണം എന്നുള്ള ഒരു എയിം അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. പിന്നെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നമുക്ക് എന്താണ് റിട്ടേൺ ആയിട്ട് വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരാളുടെ കീഴിൽ ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, എനിക്ക് പറയാൻ പറ്റും എല്ലാ മാസം അവസാനം എനിക്ക് സാലറി എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഡേറ്റിൽ ക്രെഡിറ്റ് ആവും. എനിക്കറിയാം ഞാൻ ഈ ജോലി ചെയ്താൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു പ്രൊഫഷനാണ്, ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കറിയാം ഒരു 10 പേഷ്യൻറ്റിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ എൻ്റെ ശമ്പളം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണെങ്കിൽ 10 പേരാകുമ്പോൾ എനിക്ക് 5000 രൂപ കിട്ടും. എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും, എനിക്കത് കിട്ടുന്നുള്ളൂ അല്ലേ. പക്ഷേ ബിസിനസ്സിൽ ഞാനിപ്പോൾ ഒരു 10-15 കിലോ സാധനം ഉണ്ടാക്കി, അത് വിറ്റ് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടുമല്ലോ എന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ സെർട്ടനിറ്റി ഇല്ല അവിടെ. ഓക്കെ, അവിടെ അൺസർട്ടൈൻ ആണ്. പിന്നെന്താണ്? റിസ്ക് ഉണ്ട്. എങ്ങനെയാണ് റിസ്ക് വരുന്നത്? തൊട്ട് മുകളിലത്തെ പോയിന്റ് നോക്കിയാൽ മതി. നമുക്ക് റിട്ടേണിൻ്റെ കാര്യത്തിൽ പറയാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അവിടെ റിസ്ക് വരുന്നുണ്ട് അല്ലേ. നഷ്ടമോ ലാഭമോ അങ്ങനെ എന്തോ ഒരു സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എലമെന്റ് ഓഫ് റിസ്ക് അവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ പല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ട് അല്ലേ.
എല്ലാവരും ഒരേപോലുള്ള ബിസിനസ്സാണോ ചെയ്യണത്? അല്ല. ചില ആൾക്കാർ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, അല്ല ചില ആൾക്കാർ ആരോ ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് വിൽക്കുന്നു. ഓക്കെ, അങ്ങനെ പല രീതിയിലാണ് ബിസിനസ് എടുക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിനെ നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 രീതിയിൽ നമ്മളതിനെ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടും മറ്റൊന്ന് എന്താണ്? കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുമാണ് നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നോക്കാം, നിങ്ങൾക്ക് ഇത്രയും രീതിയിലെ ക്ലാസിഫിക്കേഷൻസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. സിമ്പിളാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സെറ്റാണ്. 8 മാർക്കിന് ക്വസ്റ്റ്യൻ വന്ന് ഈ ഫ്ലോ ചാർട്ട് വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫ്ലോ ചാർട്ട് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ? അതായത് ഇൻഡസ്ട്രി പോലെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഏരിയയിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് സാധനങ്ങൾ എന്താണ് ഉണ്ടാക്കുന്ന ആൾക്കാരടങ്ങുന്ന കൂട്ടത്തെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയാം. ഒന്നെങ്കിൽ ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നതായിരിക്കും, ഈ പെന്ന് ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ഈ പെന്നിന് വേണ്ട ഇതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടായല്ലോ, ഇതിൻ്റെ ഉള്ളിൽ വയറ് അത് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിലുള്ള കുറേ കാര്യങ്ങൾ അങ്ങനത്തത് ഉണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ അവരുണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇൻഡസ്ട്രി കാറ്റഗറിയിൽ വരുത്തുക. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ആദ്യം തന്നെ വരുന്നത് എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രി ആണല്ലേ. പിന്നെ അതിനെ നമുക്ക് ഇൻഡസ്ട്രീനെ ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ യൂസ്ഫുൾ ഗുഡ്സ്. അതാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അതായത് വിഭവങ്ങളെ എന്ത് ചെയ്യുന്നു? റിസോഴ്സസ് ആക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയനെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയണം. ഇനി അതിൽ ആദ്യത്തെ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്? ഒരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് റിസോഴ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ റിസോഴ്സസിനെ ഓർത്താൽ മതി. അപ്പോൾ റിസോഴ്സസിനെയാണ് അവിടെ മെയിനായിട്ട് നോക്കുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു വിഭവങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും സാധനമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ വിഭവങ്ങളെ ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പം ചിക്കൻ വേണം, ചിക്കൻ ബിരിയാണി വേണം. ചിക്കൻ ബിരിയാണിക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്? ചിക്കനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ചിക്കനെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എവിടെയാണ്? പ്രൈമറി ഇൻഡസ്ട്രിയിലാണ് വരിക അല്ലേ. അപ്പോൾ ഈ ഇൻഡസ്ട്രി പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കൺസേൺ വിത്ത് ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഒന്നെങ്കിൽ റിസോഴ്സസിന് എന്ത് ചെയ്യും? ഇപ്പം ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ജീവനുള്ള സാധനങ്ങളാണ്, അതിനെ നമ്മളെങ്ങനെയാണ് വളർത്തുകയാണ് ചെയ്യണത്. അപ്പോൾ ഒന്നെങ്കിൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും റിസോഴ്സസിന് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സാധനത്തെ നമ്മൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുക, അങ്ങനത്തെ രീതിയിലുള്ള റിസോഴ്സ് ഇല്ലേ. ഇപ്പോൾ ഇതാ നമുക്ക് സ്വർണ്ണത്തിൻ്റെ കമ്മൽ മാല ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സ്വർണ്ണം കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓർ റീപ്രൊഡക്ഷൻ ഓഫ് റിസോഴ്സസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനറ്റിക് ഉണ്ട്. ജനറ്റിക് ഇൻഡസ്ട്രി എന്നും എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ 2 രീതിയിൽ പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമ്മൾ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കൺസ്ട്രക്ഷൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പല സാധനങ്ങളും ആ റിസോഴ്സസിന് എന്തായി കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പാലം, റോഡുകൾ, ബിൽഡിങ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ എന്താണ് അല്ലെ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അതിനെ നമുക്ക് ആർക്കിടെക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന അച്ഛനും അമ്മമാരൊക്കെ നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല അവിടുത്തെ സാധനങ്ങൾ നമുക്ക് എന്താണ് മറ്റ് സാധനങ്ങളെ പോലെ ഈ പെന്നൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവെക്കുന്ന പോലെ ആ പ്രൊഡക്ഷന് നമുക്ക് മൂവ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്താണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ എന്താണ് ചെയ്യുന്നത്? ദർ ആർ കൺസേൺ വിത്ത് ദ യൂസിങ് മെറ്റീരിയൽസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ് അല്ലേ. അപ്പോൾ അത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ വെച്ചിട്ട് ഗുഡ്സ് ആക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിമെൻറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ. ഇപ്പോൾ മണ്ണ്, ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിൽ മണ്ണ് വേണം, ഇരുമ്പ് വേണം. ഇരുമ്പൊക്കെ നമ്മളിങ്ങനെ കുഴിച്ചെടുക്കുക, അങ്ങനത്തെ പരിപാടിയില്ല. അയിരൊക്കെ കുഴിച്ചെടുക്കുന്ന പരിപാടികളില്ലേ അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രിയിലാണ്. അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുന്നു, അവരാണ് അതിനെ ഗുഡ്സാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെല്ലാം നമ്മൾ ഒരേ രീതിയിലല്ല ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ ഈ പെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ റിസോഴ്സസിന് യൂസ് ചെയ്യേണ്ട രീതിയും അതേപോലെ തന്നെ ഇപ്പം ഈ റിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയും രണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? റിസോഴ്സസിനെ യൂസ് ചെയ്യണത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 4 രീതിയിൽ ഈ പ്രൊഡക്ഷൻ ഈ മാനുഫാക്ചറിങ്ങിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയാണ്. അനലിറ്റിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു റിസോഴ്സ് കിട്ടുന്നു, അതിൽ നിന്ന് നമ്മൾ പല സാധനങ്ങളായിട്ട് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഓയിൽ റിഫൈനറി അല്ലെ, നമ്മളിപ്പോൾ കുഴിച്ചെടുക്കുന്നു, ഓയിൽ
കുഴിച്ചെടുത്തിട്ട് അതിൽ നിന്ന് പല ടൈപ്പ് ഓയിലുകൾ നമ്മൾ എടുക്കുന്നില്ല. പെട്രോൾ, ഡീസൽ, പെട്രോളിയം ജെല്ലി എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ മാറ്റുന്നു. ഓക്കെ, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പല വിഭവങ്ങൾ ചേർത്തിട്ട് നമ്മളൊരു പുതിയത് ഉണ്ടാക്കുന്നു. സിമെൻറ്റ്. ഇപ്പം സിമെൻറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സാധനമല്ല, അത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പല തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ്, പല റിസോഴ്സസ് ചേർത്തിട്ട്, ചുണ്ണാമ്പ് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സിമെൻറ്റ് ആക്കുന്നത്. അങ്ങനെയുള്ളതാണ് സിന്തറ്റിക്കൽ എന്ന് പറയുന്നത്. ഇനി പ്രോസസ്സിങ് ഇൻഡസ്ട്രി ഉണ്ട്. അതായത് നമ്മളൊരു റിസോഴ്സസിനെ പല സ്റ്റേജസിലൂടെ കടത്തി വിട്ടിട്ട് ഒരു പുതിയ പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ ചിപ്സ്, പൊട്ടറ്റോ എന്ന് പറയുന്നത് എന്താണ്? കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അത് പ്രൈമറിക്കാരാണ് ചെയ്യുന്നത്. അത് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും അത് ചിപ്സ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ പല പ്രോസസ്സിലൂടെ പൊട്ടറ്റോനെ കടത്തി വിടുന്നില്ലേ? കഴുകുന്നു, പീൽ ചെയ്യുന്നു, അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു, സ്ലൈസ് ചെയ്യുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളോട് ചേർന്നിട്ടാണ് അവസാനം ഒരു സ്റ്റേജിൽ എത്തുന്നത് അല്ലേ? അപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ ഓർത്താൽ മതി. പിന്നെ അസംബ്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അതെന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തുനിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് പുതിയതാക്കി മാറ്റുന്നു. ഇപ്പം നമ്മളിത് പറഞ്ഞ കാറ്, അതുപോലെ TV, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ അസംബ്ലിംഗ് ഇൻഡസ്ട്രിക്കാരാണ്. അവരുണ്ടാക്കുന്ന ഈ കാറിൻ്റെ പല സാധനങ്ങളും ഒരേ സ്ഥലത്ത് നിന്ന് അപ്പോൾ ആ ഒരു ഷോറൂമിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ വേറെ എവിടെ നിന്നായിരിക്കും, അതിൻ്റെ ബോണറ്റ്, അതിൻ്റെ ബോഡി പാർട്ട്, സ്റ്റിയറിംഗ്, അതൊക്കെ പല പല സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. അതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു കാറാക്കി മാറ്റും. അതിനെയാണ് നമ്മൾ അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെർഷ്യറി ഇൻഡസ്ട്രിയാണ് മക്കളെ. ഇത് സിമ്പിളാണ്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രൈമറി ഇൻഡസ്ട്രിക്കാർക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കാർക്കൊക്കെ എന്താണ് ചില ഹെൽപ്പുകൾ വേണ്ടി വരും. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു കോഴി വളർത്തുന്ന ആളായിരിക്കും, പ്രൈമറി ഇൻഡസ്ട്രി അല്ലേ, എനിക്ക് ചിലപ്പോൾ കോഴി വളർത്താൻ മാത്രമുള്ള എന്തുണ്ടല്ലോ പൈസ ഇല്ല, എനിക്ക് വേണം ലോണ് വേണം. ആ ലോണിന് വേണ്ടി ഞാൻ എടുത്തു പോകും. ഞാൻ നമ്മുടെ ഈ ടെർഷ്യറി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ പോയിട്ട് ബാങ്കുകാരാണ് അവിടെ ഉണ്ടാവുക, ബാങ്കിനെടുത്ത് വാങ്ങിക്കുന്നു. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മൈനിങ് നടത്തുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക, എനിക്കൊരു കോറിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ആ കോറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വാഹനങ്ങൾ വേണ്ടി വരും. പക്ഷെ ആ വണ്ടികൾ മൊത്തം എൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാനതൊരു ട്രാൻസ്പോർട്ടേഷനൊക്കെ സർവീസ് കൊടുക്കുന്ന ഏജൻസിനെ ഞാൻ ഏർപ്പാടാക്കുന്നു. അവരുടെ നിന്ന് കുറച്ച് ആവശ്യത്തിനുള്ള വണ്ടികൾ വാങ്ങിക്കുന്നു. ഓക്കെ, ആ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, സർവീസ് ചെയ്യുന്നവർ, അത് ടെർഷറിക്കാരാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കുന്നു. ഇൻഷുറൻസ് എന്താണ്? ടെർഷറിക്കാരാണ്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ഇൻഡസ്ട്രിക്കാർക്ക് വേണ്ട സഹായം കൊടുക്കുന്നവരാണ് ഈ ടെർഷറിക്കാരെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിതാ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൊമേഴ്സ് സെക്ഷനാണ്. നമ്മളിത് ഇത്രയും ഏരിയ കവർ ചെയ്തു, സിമ്പിളാണ്. ഇനി കൊമേഴ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ആദ്യത്തെ ഇൻഡസ്ട്രിയിൽ പ്രൈമറി സെക്കൻഡറി ഇവരൊക്കെ ചെയ്ത് വെച്ച പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ? പ്രൈമറിക്കാരെന്ത് ചെയ്യുന്നു? വിഭവങ്ങൾ എടുക്കുന്നു. ഈ വിഭവങ്ങൾ വെച്ചിട്ട് സെക്കൻഡറിക്കാരെന്താക്കുന്നു? പല രീതിയിൽ അതിനെന്ത് ചെയ്യുന്നു? പല പ്രോസസ്സിലൂടെ പുതിയ പുതിയ സാധനങ്ങളാക്കി മാറ്റുന്നു. ഈ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ, പ്രൊഡക്റ്റായി. ഇനി എന്താ ചെയ്യേണ്ടത്? അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രവർത്തനത്തെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു സാധനം ഉണ്ടാക്കി വെച്ചു, ഇനി നമ്മൾ പറയണം ഓക്കെ നിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി നീ തനിയെ പോയിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നു പോകുന്നില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കണം, അതായത് ആവശ്യക്കാരിലേക്ക് എത്തിക്കണം. ഞാൻ ഈ പെണ്ണ് ഉണ്ടാക്കിയത്, ഞാനിതിന് മുതലാളിയാണ്, ഞാൻ എന്തിനാണ് ഈ പെണ്ണ് ഉണ്ടാക്കിയത്? ഈ പെണ്ണ് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആവശ്യക്കാരുടെ അടുത്തേക്ക് ഈ പെണ്ണ് സ്വയം നടന്നു പോയില്ല, ഞാൻ അതിനെ എത്തിക്കണം അല്ലെ? അങ്ങനെ എത്തിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി, കുറേ കാര്യങ്ങൾ ചെയ്യണം. ഈ പെണ്ണിനെ ഞാൻ അവിടേക്ക് എത്തിക്കണം, ഇതിനെ ഫിസിക്കലി ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. ആ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം വരും, അതുകൊണ്ട് ഞാൻ അതിന് ഇൻഷുറൻസ് എടുക്കണം. പിന്നെ ഇങ്ങനെ ഒരു പെണ്ണുണ്ടെന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്യണം. അങ്ങനത്തെ പല പല കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ എനിക്ക് ഫണ്ടിന് ആവശ്യം വന്നാൽ ഞാൻ ബാങ്കുകാരുടെ അടുത്ത് പൈസ കടം വാങ്ങിക്കണം. പിന്നെ ഇത് ആളുകളിലേക്ക് എത്തുന്നത് വരെ ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അങ്ങനെ പല പരിപാടികളുണ്ട്. എന്നാലും ഈ പെണ്ണിനെ എനിക്ക് മുഴുവനായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അത്രയും പ്രവർത്തനങ്ങളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി അബൌട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് അലോങ് വിത്ത് ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് മേക്ക് ദാറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഹാപ്പൻ സ്മൂത്ത്ലി അല്ലേ? അപ്പോൾ ആളുകൾ സാധനങ്ങൾ വിൽക്കുക എന്ന് പറയുന്ന പ്രവർത്തനം സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ കൊമേഴ്സിൽ തന്നെ എന്താണ്? ഒന്ന് ട്രേഡാണ്. കൊമേഴ്സിൽ എന്ന് പറയുന്നത് ഒന്നെങ്ങനെയാണ്? വാങ്ങുക, വിൽക്കുക. അതാണ് അവിടെ നടക്കുന്നത് കൊമേഴ്സിൻ്റെ അകത്ത്. ഓക്കെ, ഈ വാങ്ങുക വിൽക്കുക എന്ന് പറയുമ്പോൾ അത്ര സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമല്ല. അതിനെന്തുണ്ട്? കുറച്ച് ആൾക്കാരുടെ സഹായം വേണം. ആരൊക്കെയാണ് ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് ആക്ടിവിറ്റീസ് വിച്ച് ആർ മെൻ ഫോർ അസിസ്റ്റിംഗ് ട്രേഡ് ആർ നോൺ ആസ്
ഓക്സിലറീസ് ടു ട്രേഡ്, സർവീസ് ടു ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡ്, ഈ 3 പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഫിസിക്കലി അതിന് എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കണം. ഓക്കെ, പ്ലേസ് മാറ്റി കൊടുക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അല്ലേ, നമുക്ക് ഫിനാൻസിന് ആവശ്യം വരുമ്പോൾ നമുക്കതിനെ സഹായിക്കണം. പിന്നെ ഇൻഷുറൻസ്, നമുക്കിത് മൂവ് ചെയ്യണ സമയത്ത് എന്താണ്, റിസ്ക് ഉണ്ട് അല്ലേ, കേടായി പോയാലോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി സാധനങ്ങളൊക്കെ നശിച്ചു പോയാലോ, റിസ്ക് അല്ലേ, റിസ്ക് ഉണ്ട് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത്. അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇൻഷുറൻസ് വേണം. പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ്, വെയർ ഹൗസ് അല്ലേ. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് വെയർ ഹൗസ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, വെയർ ഹൗസ് ഒക്കെ റെൻറ്റിന് തരുന്ന ആൾക്കാരുടെ അടുത്ത് ലീസിനെടുത്തിട്ട് ഞാൻ വെയർ ഹൗസ് വഴി പോകും. പിന്നെ അഡ്വർടൈസിങ് അല്ലേ, ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആളുകൾ മറ്റേ വെറ്റില നോക്കി കണ്ടുപിടിക്കുകയൊന്നുമില്ല, ഞാനത് അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ആൾക്കാർക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച് കടകളിൽ സാധനങ്ങൾ എത്തുന്നു. അപ്പോഴാണ് ശരിക്കും എന്ത് നടക്കുന്നത്, ട്രേഡ് എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നത് അല്ലേ. ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നു. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് തന്നെ ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യാതിർത്തിക്കുള്ളിൽ ആളുകൾ സാധനം വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യക്കകത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ആ സാധനം ഉണ്ടാക്കുന്നു, വാങ്ങുന്നവരാണെങ്കിലും ഇന്ത്യക്കാർ. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ്, ഹോം ട്രേഡ്, നാഷണൽ ട്രേഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി, ഒരു രാജ്യാതിർത്തിക്കുള്ളിൽ നടക്കുന്ന വിൽക്കൽ വാങ്ങൽ പ്രവർത്തനത്തെ നമ്മൾ ഇന്റേണൽ എന്ന് പറയുന്നു. അതിൽ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങുന്നവരുണ്ട് അല്ലെ, ഹോൾസെയിലായിട്ട് വാങ്ങുന്നവരുണ്ട്. ചിലവരെന്താണ്, ഈ ഹോൾസെയിലായിട്ട് വാങ്ങിയ ആൾക്കാരെ കയ്യിൽ നിന്ന് കുറച്ചല്ലേ ചില്ലറയായിട്ട് വാങ്ങിയിട്ട് കുറച്ചായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അപ്പോൾ റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട്. അതായത് ഉണ്ടാക്കിയത് ഒരു സ്ഥലത്തുള്ള ആൾക്കാർ, അതായത് മാനുഫാക്ചേഴ്സ് ഒരു സ്ഥലത്തുള്ളവരായിരിക്കും, ഇപ്പം ഇന്ത്യയിൽ നിന്നായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വേറെ വിദേശത്തുള്ള പല ആൾക്കാർക്കും വിൽക്കുന്നു. അത് വാങ്ങുന്നവരെന്താ, പല സ്ഥലത്തുള്ളവരാകാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ 2 or more കൺട്രി. അതായത് ഒന്നിലധികമോ രാജ്യങ്ങളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടാണ്. ഇമ്പോർട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ രാജ്യക്കാരെടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു അല്ലെ, പർച്ചേസ് ഫ്രം അനദർ കൺട്രി. ഇനി അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് സെല്ല് ചെയ്യാലോ. അപ്പം നമ്മൾ രാജ്യക്കാർ എന്ത് ചെയ്യുന്നു, വേറെ രാജ്യക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ, എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. ഇനി വേറൊരു സാധനം ഉണ്ട്, എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാജ്യം എന്ത് ചെയ്യുന്നു, വേറൊരു രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്നു സാധനങ്ങൾ എന്തിനു വേണ്ടിയിട്ട്, വേറെ സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ when goods are imported for export to other countries, അതിനെയാണ് എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. ഇത് 1 മാർക്കിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് MCQയിലൊക്കെ വരും, പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ച് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ സിമ്പിളായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല, ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വരുന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ആണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, ഇന്നോവേഷൻ കൊണ്ടുവരാൻ നോക്കണം, പുതിയതായിട്ട് അപ് ടു ഡേറ്റ് ആവണം നമ്മൾ ബിസിനസ് എപ്പോഴും. പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നോക്കണം. അതായത് നമ്മൾ പണ്ടൊരു 10 കിലോ ആണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് പിന്നെ 10 എന്നുള്ള 20-25 ഒക്കെ ആയിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നോക്കണം. പിന്നെ ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സ്, നമ്മൾ ബിസിനസ്സിൻ്റെ അടുത്ത് എപ്പോഴും അടിപൊളി സാധനങ്ങൾ അല്ലേ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, ടെക്നോളജി ഉണ്ടായിരിക്കണം, ആളുകളാണെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളെ കയ്യിൽ ഫണ്ടും ഉണ്ടായിരിക്കണം, അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മാനേജേഴ്സിൻ്റെ പെർഫോമൻസ്, എംപ്ലോയീസ് ഒക്കെ എന്താണ് സ്കിൽഡ് ആയിട്ടിരിക്കാൻ വേണ്ടി, നോളജബിൾ ഉള്ളവരായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ്, നന്നായിട്ട് അവർ വർക്ക് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്തുണ്ടാവും, റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുന്നത്. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിക്ക് കൂടി നമ്മൾ എന്താണ് കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്.
ഇത്രയും കാര്യം നോക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ ബിസിനസ്സിലെ റിസ്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബിസിനസ്സിൻ്റെ അകത്ത് റിസ്ക് ഉണ്ടല്ലോ, രണ്ട് രീതിയിലാണ് റിസ്ക് ഉള്ളത്. ഒന്ന് സ്പെക്യുലേറ്റീവ് ഉണ്ട്, പ്യുവർ റിസ്ക് ഉണ്ട്. സ്പെക്യുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടാം, ചിലപ്പോൾ നഷ്ടം കിട്ടാം, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് നോക്കിക്കോ, നമ്മൾ ഈ ഒരു വർഷം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്, ഇല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകുന്നു പറയില്ലേ. അങ്ങനെ നമുക്ക് എന്താണ് വരുന്നത്, പ്രോഫിറ്റ് ആവുമോ ലോസ് ആവുമോ എന്നറിയാത്ത അവസ്ഥയിലുള്ളതിനെയാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ എന്താണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഭവം സംഭവിച്ചാൽ നഷ്ടം, ഇല്ലെങ്കിൽ നഷ്ടമില്ല. അതായത് ഇപ്പോൾ തീപിടുത്തം വരുന്നു, അതേപോലെ തന്നെ ഫ്ലഡ് വന്ന് നമ്മളെ ബിസിനസ് ആകെ നശിച്ചു പോകുന്നു. ഇതൊക്കെ സംഭവിച്ചാൽ എന്താണ്? നഷ്ടം തന്നെയാണ്. ഓക്കെ, സംഭവിച്ചില്ലെങ്കിലോ നമുക്ക് ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല, തീ പിടിച്ചില്ല, അതുകൊണ്ട് എന്താ ഓക്കെ. അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് വന്ന് ഫ്ലഡ് വന്ന് നമ്മുടെ ബിൽഡിംഗ് തകർന്നു പോയില്ല, ഓക്കെ, പ്രശ്നമില്ല, അത്രയും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിലെ റിസ്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാം അല്ലേ. നഷ്ടം സംഭവിച്ചാൽ നഷ്ടമാണ്, സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഗെയിനൊന്നും കിട്ടാൻ പോകുന്നില്ല. മറ്റേലെ പോലെ ചിലപ്പോൾ ലാഭമായാലോ ചിലപ്പോൾ നഷ്ടം, അങ്ങനത്തെ പരിപാടിയില്ല. അതിനെയാണ് നമ്മൾ പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. പോസിബിലിറ്റി ഓഫ് ഇന്നാഡിക്കേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബിസിനസ്സിലെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിസ്കിൻ്റെ ഒരു സ്വഭാവം, നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതെപ്പോഴും അൺസർട്ടനിറ്റീസിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നെക്സ്റ്റ്, എല്ലാ ബിസിനസ്സിൻ്റെ ഭാഗമാണ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ബിസിനസ്സിൻ്റെ സൈസും നമ്മളെ ബിസിനസ്സിൻ്റെ സ്വഭാവവും അനുസരിച്ചിട്ട് ബിസിനസ്സിൻ്റെ റിസ്കിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. വലിയ ബിസിനസ്സുകാർക്കും ചെറിയ ബിസിനസ്സുകാർക്കും വരുന്ന റിസ്കിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ റിസ്ക് എടുത്താൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പിന്നെ ബിസിനസ്സിൽ റിസ്ക് സംഭവിക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ 4 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കണ്ട കേട്ടോ. ബിസിനസ്സിൻ്റെ കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നാച്ചുറൽ കോഴ്സസ് ആണ് അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഹ്യൂമൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള ആളുകൾ മൂലം നമുക്ക് പണി കിട്ടുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ ആയിക്കോട്ടെ തെഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന മനുഷ്യരായിരിക്കും കാരണം. പിന്നെ എക്കണോമിക് കോഴ്സ് എന്ന് പറയുന്നത് സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങൾ, അവിടെ അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിമാൻഡ്, സപ്ലൈ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അടുത്തത് അതർ കോഴ്സസ്, പൊളിറ്റിക്കലി വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ പവർ ഫെയിലിയർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമ്മൾ ഏത് ടൈപ്പ് ബിസിനസ് ആണ് ചെയ്യണത് നമ്മൾ നോക്കണം. പിന്നെ അത് എത്ര വലിയ രീതിയിലാണ് ചെയ്യേണ്ടത്, കുഞ്ഞു കടയായിട്ടാണോ വലിയ കമ്പനി ആയിട്ടാണോ, അത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ അല്ലെങ്കിൽ കൂടെ പാർട്ട്നേഴ്സ് അങ്ങനെ ആരെങ്കിലും വേണോ എന്നുള്ളതിൻ്റെ ഓണർഷിപ്പിൽ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ എവിടെയാണ് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലൊക്കേഷൻ ഞാൻ നോക്കണം. അതേപോലെ തന്നെ അതിൽ എത്രമാത്രം ഫിക്സഡ് അസറ്റ് വേണം, എത്രമാസം വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്ന് ഞാൻ നോക്കണം അല്ലേ. എത്രമാത്രം മെഷീനറി കാര്യങ്ങൾ, ബിൽഡിംഗ് വേണം, അതല്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ കയ്യിൽ എത്ര പൈസ വെക്കണം, അതും ഞാൻ നോക്കണം. എൻ്റെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിലൊക്കെ മാറ്റം വരും. പിന്നെന്താണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലേ, മെഷീൻസ് കാര്യങ്ങൾ, അതൊക്കെ കറക്റ്റായിട്ട് വേണം. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തില്ലേ, വെള്ളം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള മെഷീനറീസ് കാര്യങ്ങളൊക്കെ എവിടെ സെറ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം അത് പ്രോപ്പർ അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ ഇൻറ്റീരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ നമ്മൾ എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല കിടിലൻ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് നമ്മൾ കൂടെ നിർത്താൻ വേണ്ടി നോക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടാക്സ് അല്ലേ, എല്ലാവർക്കും എന്താണ് ഒരേപോലെയല്ല ടാക്സ് വരുന്നത്, പല കമ്പനികൾക്കും പല രീതിയിലുള്ള ടാക്സ് ആണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ എൻ്റെ ഫിക്സഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എത്രമാത്രം ടാക്സ് എനിക്ക് വരും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കണം. ഓക്കെ, ബിസിനസ്സിൽ ഒരു ലാഭവും ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും എനിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ, അപ്പോൾ അതെനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കാരണം ഈ ഏരിയയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് പോയതാണ്, പക്ഷേ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതാ നമ്മളെ ZMS പ്രീമിയം ബാച്ചിൽ നമ്മൾ സെറ്റാക്കി റെക്കോർഡ് ചെയ്തിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതാ ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുക, എന്നിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഓൾറെഡി നമ്മൾ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ ക്ലാസ്സസ് ഒന്നുകൂടെ പോയി കാണുക, അതിനുശേഷം എന്ത് ചെയ്യുക, തുന്നു കാണുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്, കീപ് ലേണിംഗ്.